Hi everyone, welcome to Roshnisfoodnlife. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയാണ്. അപ്പം അതിലെന്താണ് വെറൈറ്റി എന്ന് ആലോചിക്കുന്നില്ലേ? അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്രീമി കോക്കനട്ട് ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കുറച്ച് പെരിഞ്ചീരകമൊക്കെ ആഡ് ചെയ്ത് അപ്പോൾ അധികം സ്പൈസി അല്ലാത്തൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, കാരണം അധികം എരിയില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചിക്കൻ കറി. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തേങ്ങ അരച്ച ചിക്കൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കഴുകി വിനാഗിരിയിലൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ ബോൺലെസ് അല്ല കേട്ടോ, അപ്പം നല്ല ബോണൊക്കെ ഉള്ള ചിക്കനാണ്. അപ്പം പിന്നെ ഞാൻ സവാള എടുത്തിട്ടുണ്ട്, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്, ഇപ്പം നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ്. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്തോ. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 6-7 അല്ലി നമ്മുടെ വെളുത്തുള്ളി ഞാനിങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അതായത് ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും അതുപോലെ തന്നെ 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇത് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാള ആട്ടോ എടുത്തത്, ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തേക്ക്. അപ്പൊ ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തുള്ളൂ ഞാൻ. അപ്പൊ അത് ഞാനിങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും അതോടൊപ്പം തന്നെ ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ചതച്ച് ചേർക്കുന്നില്ല, അരിഞ്ഞാണ് ചേർക്കുന്നത്. അപ്പൊ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഞാനിപ്പം ചതച്ച് ചേർക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ചതച്ചോ അരച്ചോ ഒക്കെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഈ കറിക്ക്, നമ്മുടെ ഈ തേങ്ങ അരച്ച ചിക്കൻ കറിക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്ന ഏലക്കയുടെയും നമ്മുടെ അരയ്ക്കാൻ പോകുന്ന നമ്മുടെ പെരിഞ്ചീരകത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കുറച്ച് മുമ്പിൽ നിൽക്കും. അതിന് തൊട്ട് പുറകെ തന്നെ ഉണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ആ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ബാലൻസ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് ചേർത്തത്. അപ്പൊ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഏലക്കയാണ്. അപ്പൊ ഞാനിവിടെ ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചതച്ച ഏലക്ക, അപ്പൊ ഞാനൊരു 4 ഏലക്ക ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഏലക്കയുടെ ഫ്ലേവർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഒരു 3-4 ഏലക്ക ചേർത്ത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ ഒരു ഷേഡിലേക്ക് എത്തണം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന്. അപ്പം ഈ സമയമാകുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കന്റെ പിങ്ക് ഷെയ്ഡൊക്കെ ഒന്ന് മാറി ഒരു നമ്മുടെ ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് കണ്ടോ ഒരു വെള്ള കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടേ. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കുരുമുളക് പൊടി വേണേൽ കൂട്ടാട്ടോ, കാരണം നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ചൊക്കെ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇതോടൊപ്പം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതായത് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വേവാൻ അധികം പാടൊന്നുമില്ലല്ലോ, വേഗം തന്നെ വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാമേ നമ്മുടെ ചിക്കനെ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ തേങ്ങ മിക്സറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെരിഞ്ജീരകം നമ്മൾ ഇതുവരെ ഒന്നിനും ചേർത്തില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത പെരിഞ്ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നിങ്ങളിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്താൽ മതി. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പം അതേ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും പെരിഞ്ജീരകവും വെള്ളം കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് ആയിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ അരച്ചതും ചിക്കനും എല്ലാം കൂടെ എല്ലായിടത്തും കൂടെ എത്തട്ടെ. അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അല്ല, ഏകദേശം നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ഒരു ഫൈനൽ ടിപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും. സോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചെന്ന് പറയുമ്പം ഒരു ടേബിൾ സ്പൂൺ വേണ്ട, അതിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ തൂവി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കറിവേപ്പിലയും കൂടെ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കുറച്ചേരം ഒന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയും കറിവേപ്പില എല്ലാം കൂടെ നമ്മുടെ കറിയിലോട്ടൊന്ന് പിടിക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഞാനിവിടെ അടച്ചൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പൊ എന്തേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ തേങ്ങ അരച്ച ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ തേങ്ങ, നമ്മൾ എപ്പോഴും തേങ്ങ പാലല്ലേ ഒഴിക്കാറ്, അതിന് പകരം നമ്മൾ ആ തേങ്ങ അരച്ചങ്ങോട്ട് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രത്യേകിച്ച് ആ പെരിഞ്ജീരകത്തിൻ്റെയും ആ ഏലക്കയുടെ ടേസ്റ്റ് നമുക്ക് ഒരുപോലെ ഇങ്ങനെ കിട്ടുകയും, ആ ഏലക്ക പ്രത്യേകിച്ച് ആ ഏലക്കയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ മേല. അപ്പോൾ ആ രണ്ടും കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് അതിന് തൊട്ട് പുറകെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഫ്ലേവർ ലൈറ്റായിട്ടൊന്ന് അടിക്കും നമുക്ക്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു കിടിലൻ ചിക്കൻ കറിയാണ്. അപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും. അപ്പത്തിൻ്റെ കൂടെ ഇത് പൊളിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും അപ്പം ഒക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിക്കൻ കറി വെച്ച് നോക്കണേ. നല്ല കിടിലൻ ചിക്കൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ നല്ല സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ അതിനേക്കാൾ സൂപ്പറാണ്. അപ്പം പൊറോട്ട അപ്പമാണ് മെയിൻ ഇതിൻ്റെ എന്താ പറയുക സൈഡ് ഡിഷ് എന്ന് പറയുന്നത്. പൊറോട്ടയുടെ അപ്പത്തിൻ്റെ മെയിൻ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. അത് മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം മോനിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഒരുപാട് എരിവ് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം എരിവ് ഇപ്പം കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ കിടിലനായിട്ടൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.